ഇപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? വലിയ മൂവ്മെന്റ്, ജസ്റ്റ് ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പോലെ ഇങ്ങനെ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് വരുന്നില്ല, ഒരു ഒരു വെയിറ്റോ കാര്യങ്ങളോ ഒന്നും സ്ലോ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എനിക്ക് കിട്ടുന്നില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ? കണ്ടിന്യൂസ് മൂവ്മെന്റ് ആ വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് മൂവ്മെന്റ് വേണ്ട, എനിക്കിങ്ങനെ പതിയുള്ള മൂവ്മെന്റ് മതി. അങ്ങനെയാണെങ്കിൽ പതിയുള്ള ഒരു മൂവ്മെന്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? വെയിറ്റ് എന്ന് പറയുന്ന ബ്ലോക്കിന് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു വെയിറ്റ് എന്നുള്ള ബ്ലോക്ക് നമുക്ക് ഈ കൺട്രോൾസിൽ അവൈലബിൾ ആണ്. അതൊരു കൺട്രോൾ ആണല്ലേ, എന്റെ മൂവ്മെന്റിനെ എനിക്ക് കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് ആ ഒരു ബ്ലോക്ക് കൺട്രോളിലായിരിക്കും. വെയിറ്റ് ഒക്കെ കൺട്രോളിലാണ്. അതുപോലെ ഫോർ അവർ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഇങ്ങനെ മൂവ്മെന്റ് എപ്പോഴും വരണം. അതൊക്കെ നമ്മൾ എന്താണ്, കൺട്രോൾസ് കൊടുക്കുകയാണ്, അല്ലെ നമ്മളെ പ്രോഗ്രാമിന് എന്തൊക്കെ കൺട്രോൾ വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബ്ലോക്കുകളൊക്കെ എന്തായിരിക്കും, കൺട്രോൾ എന്ന് പറയുന്ന സെക്ഷനിലായിരിക്കും. ഇനിയിപ്പോ ഇഫ് എന്തായിരിക്കും, നമ്മൾക്ക് എന്തെങ്കിലും കണ്ടീഷൻ മീറ്റ് ചെയ്യണ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു കാറ്റ് എന്തേലും ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ കാറ്റിന്റെ വാക്ക് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അങ്ങനെ അതൊരു കണ്ടീഷൻ ആണല്ലേ. എപ്പോഴാണോ കാറ്റ് ഒരു ഒബ്ജക്റ്റിനെ, ഇവിടെ ഒരു സ്പ്രൈറ്റിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ആ സ്പ്രൈറ്റിനെ ടച്ച് ചെയ്യുന്നത്, അപ്പൊ എന്റെ പ്രോഗ്രാം സ്റ്റോപ്പ് ആവണം. അതൊരു കണ്ടീഷൻ ആണ്. അങ്ങനെയുള്ള കണ്ടീഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇവിടെ എന്താ ചെയ്യുക, കണ്ടീഷൻ എപ്പോഴും ചെക്ക് ചെയ്യും. ഈ കാറ്റ് വന്നിട്ട് ഈ ഒരു ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്കിങ് നടത്താനാണ് നമ്മൾ ഇഫ് ദെൻ എന്ന് പറയുന്ന ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പല പല ബ്ലോക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ഒരു ഡെമോ എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിവിടെ ഒരു വെയിറ്റ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഒന്നും കൂടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. കണ്ടോ? ഇപ്പൊ എനിക്കൊരു സ്ലോ മൂവ്മെന്റ് കിട്ടിയല്ലേ. ഇപ്പൊ നേരത്തെ ഞാൻ ഒരു ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. അതെന്താണ്, നമ്മളെ പ്രോഗ്രാമിന്റെ ഒരു ബഗ്ഗാണ്. കാരണം എന്താ, എനിക്ക് വേണ്ടത് ഇതുപോലത്തെ സ്ലോ മൂവ്മെന്റ് ആണ്, പക്ഷെ എനിക്ക് കിട്ടിയതോ ഒരു സ്പീഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അപ്പൊ ആ ബഗ് ഞാൻ എങ്ങനെ റെക്ടിഫൈ ചെയ്തത്, എനിക്ക് ആവശ്യമുള്ള കോഡ് എന്താണോ ഞാൻ ചെക്ക് ചെയ്തു, ബ്ലോക്ക് എന്താണോ ചെക്ക് ചെയ്തു, അത് ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മളുടെ ആപ്പിൽ ഓരോ ട്യൂട്ടോറിയൽ കണ്ടിട്ട് അതുപോലെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും പല എററുകളും വരും. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ആ എററുകളൊക്കെ വന്ന് നിങ്ങൾ ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് ഞാൻ എന്താണോ ട്യൂട്ടോറിയൽ പറയണത് അത് നോക്കി സെയിം ആയിട്ട് തന്നെയാണോ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ റീചെക്ക് ചെയ്ത് റെക്ടിഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു പ്രോഗ്രാമർ ആവണത്. ഓക്കെ, ഒരു ഒരു പേഴ്സൺ ഒരു പ്രോഗ്രാമർ ആണ് എന്ന് പറയുന്നത് ബഗ് ക്ലിയർ ചെയ്തിട്ടാണ്. നിങ്ങൾ ഒരു ബഗ് ഒരു എറർ മേക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് നിങ്ങൾ ഒറ്റയ്ക്ക് റെക്ടിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമർ ആയിട്ട് വളരാനുള്ള ഒരു കാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ വലിയ വലിയ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലും വെബ് ഡെവലപ്മെന്റ്, ഇപ്പോ എത്തിക്കൽ ഹാക്കിംഗ്, അങ്ങനെ എല്ലാ സെക്ഷൻസിലും, ഒരു കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷൻസിലും എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഇതുപോലെ ബഗുകൾ വരും, അത് റെക്ടിഫൈ ചെയ്യും, അങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ചെറിയ പ്രായത്തില് നമുക്ക് കോഡിങ്ങില് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബഗ് റെക്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പൊ ഈ സ്ക്രാച്ചിൽ നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, എനിക്ക് കാറ്റിന്റെ മൂവ്മെന്റിൽ വോക്കില് വന്നിട്ട് ജസ്റ്റ് ഒരു നടക്കുന്ന ഒരു മൂവ്മെന്റ് വരുന്നില്ല അല്ലെ. കാറ്റ് ഇങ്ങനെ നിരങ്ങി നിരങ്ങി പോണ പോലെ എനിക്ക് തോന്നുന്നത് അല്ലെ, നടക്കുന്ന മൂവ്മെന്റ് വരുന്നില്ല. അപ്പൊ അങ്ങനെ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഞാനൊരു പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ ഇവിടെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഇവിടെയാണ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുക. ഇനിയിപ്പോ നമ്മൾക്ക് പ്രോഗ്രാം ഇപ്പൊ ഗെയിം ഓവർ ഒക്കെ നേരത്തെ കാണിച്ച പ്രോഗ്രാമിൽ സെറ്റ് ചെയ്ത പോലെയാണെങ്കിൽ നമ്മൾ ഇവിടെ പോയി സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം സ്റ്റോപ്പ് ആയിക്കോളും. ഓക്കെ, ദെൻ ഇനി എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ എന്റെ കാറ്റിന് ഒരു കാലിന് ഒരു ചെറിയ മൂവ്മെന്റ് വരണം, നടക്കണ പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യണം. അങ്ങനെ വരണമെങ്കിൽ നമുക്ക് കോസ്റ്റ്യൂം എന്നുള്ള സെക്ഷൻ എടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം ഇതിന് കോസ്റ്റ്യൂം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിന്റെ മീനിങ് പോലെ തന്നെ നമ്മളെ ലുക്ക് ചേഞ്ചസ് ആണ്. ഇപ്പൊ കോസ്റ്റ്യൂം വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു കാറ്റാണ് നമുക്ക് ഇവിടെ സ്പ്രൈറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നെക്സ്റ്റ് കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളത് കണ്ടോ, ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ്. അപ്പൊ
കണ്ടോ ഈ രണ്ട് മൂവ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് എനിക്ക് എന്ത് വരണത്, കാറ്റിന്റെ ഒരു വോക്ക് വരണത്. കണ്ടോ ഇത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി വരുമ്പോ എനിക്ക് കാറ്റ് ഇങ്ങനെ വോക്ക് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരുന്നുണ്ട് അല്ലേ. ദെൻ അപ്പൊ എനിക്ക് എന്ത് വേണം, ഈ രണ്ട് മൂവ്മെന്റ് മാറി മാറി വരണം. ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടെ കാറ്റിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ഫില്ലിൽ വന്നിട്ട് കളർ എടുക്കുകയാണ്. ദെൻ ഇപ്പോ ഞാൻ വേറെ ഏതെങ്കിലും കളർ കൊടുക്കുക. ഞാൻ ജസ്റ്റ് നേരത്തെ ഒരു കളർ എടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിപ്പോ ആരോ സെലക്ഷൻ ആണ്, അത് മാറ്റിയിട്ട് എനിക്ക് ഫില്ലാണ് വേണ്ടത്. കളർ നമ്മൾ കംപ്ലീറ്റ് കൊടുക്കല്ലേ. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു കളർ ഇവിടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോ കണ്ടോ ഇനി എനിക്ക് ഇവിടെ ഈ കയറ്റിന് കംപ്ലീറ്റ് ഈ കളർ വേണമെങ്കിൽ ഇവിടെ ഒക്കെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അപ്പൊ അത് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോ അങ്ങനെ ചെയ്തോളൂ. ദെൻ അങ്ങനെ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ സ്പ്രൈറ്റിന് വേറെ ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അത് ടെക്സ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കളർ മാത്രം ചേഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇനി എനിക്ക് വേണമെങ്കിൽ വേറെ സ്പ്രൈറ്റിന്റെ പ്രോഗ്രാമിൽ വേറൊരു സ്പ്രൈറ്റിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാറ്റിന്റെ തന്നെ പല ലുക്കുകൾ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കാറ്റിന്റെ കോസ്റ്റ്യൂം വേറെ രീതിയിൽ വേണം അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്ക് സെർച്ചില് ഇപ്പൊ കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാല് ഇതുണ്ട് ഇത്രയും കാറ്റിന്റെ ലുക്കുകൾ ചേഞ്ചസ്, കോസ്റ്റ്യൂം ചേഞ്ചസ് വരുന്നുണ്ട്. ഇതും ഒരു കാറ്റ് തന്നെയാ. അപ്പൊ ഇതിലത്തെ ഏത് വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ.